الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബർ നമ്മെ കാത്തിരിക്കുകയാണ് എന്ന ബോധത്തോടു കൂടി അമലുകളെ ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവനെ ഓർത്ത് ജീവിക്കുവാനുള്ള ഈമാനും അവനെ ഓർത്ത് ഇബാദത്തോടു കൂടി ജീവിക്കുവാനുള്ള ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ആരോഗ്യത്തിന് വേണ്ടിയും ഈമാനിന് വേണ്ടിയും പ്രാർത്ഥന നിലനിർത്തണമെന്ന് ആമുഖമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഖബറിലേക്ക് എത്തേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് 12:45 ആകുമ്പോഴേക്ക് എല്ലാവരും പള്ളിയിലേക്ക് ഓടി വന്നത്. വെയിലത്ത് നടന്നു വന്നവരുണ്ട്, വാഹനത്തിൽ വന്നവരുണ്ട്, അതിന് ചെലവുണ്ട്. വെയിലത്ത് നടന്നു വരുമ്പോൾ വിയർക്കും. സ്ത്രീകൾക്ക് വീട്ടിലിരിക്കാമായിരുന്നു, അവർക്ക് നിർബന്ധമില്ല. പക്ഷേ ഓരോ കാലുകൾക്കും ഓരോ തെറ്റുകളും പൊറുക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവരും വന്നു. കുട്ടികൾ, മുതിർന്നവർ, വൃദ്ധർ എല്ലാവരും നേരത്തെ പള്ളിയിലേക്ക് എത്തി. അതിന്റെ കാരണം രക്ഷയുടെ കപ്പൽ അത് കിട്ടുവാനാണ്. അല്ലാഹു നമ്മോട് സംസാരിക്കുന്ന ചില സംസാരങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ എമ്പാടും ചെയ്യാറുണ്ട്. ആരും അറിയാതെ ചെയ്യുന്ന തിന്മകളുണ്ട്, സ്വകാര്യമായി ചെയ്യുന്ന തെറ്റുകളുണ്ട്, കൂടപ്പിറപ്പുകൾ പോലും അറിയാത്ത തെറ്റുകളുണ്ട്, എന്റെ വളരെ അടുത്ത കൂട്ടുകാരനെ പോലും അറിയിക്കാൻ മടിക്കുന്ന തെറ്റുകളുണ്ട്. പക്ഷെ കൂട്ടത്തിൽ അത് മനുഷ്യ സ്വാഭാവികമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലാഹുവും റസൂലും നമ്മോട് പഠിപ്പിച്ചത് അതുപോലെയുള്ള നന്മകളും ചെയ്യണം എന്നാണ്. സ്വകാര്യമായ നന്മകൾ, ആരും അറിയാത്ത നന്മകൾ, ആരാരും ഒരിക്കൽ പോലും നാം ചെയ്തു എന്ന് വിചാരിക്കാത്ത നന്മകൾ നമ്മൾ ചെയ്യണം. അവർക്കാണ് സ്വർഗത്തിലുള്ള ആ റൂഹ് കിട്ടുക. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച 2ാമത്തെ ഖുതുബയിൽ പുറമേന്ന് ഉള്ളിലേക്ക്, ഉള്ളിന്ന് പുറത്തേക്ക് കാണുന്ന ആ ഒരു റൂം കിട്ടും എന്ന്. അവരുടെ മറ്റൊരു ഗുണം അതാണ്, സ്വകാര്യമായ നന്മകൾ ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്തവർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് 1-2 ചരിത്രങ്ങൾ നോക്കാം. സുബഹി നിസ്കാരം കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, അപ്പൊ എന്നും അബൂബക്കർ റളിയല്ലാഹു സുബഹിക്ക് കഴിഞ്ഞ ഉടനെ ഓടും. ദിക്ർ കേൾക്കാതെ, പ്രാർത്ഥനക്ക് നിൽക്കാതെ പെട്ടെന്ന് ഓടുകയാണ്. പ്രധാനപ്പെട്ട ആളുകൾ വേഗം പോകുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കപ്പെടും. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ.
അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും അബൂബക്കർ റളിയല്ലാഹുവിന്റെ നേരെ ചൂഴ്ന്നു നോക്കുന്ന ഒരാളായിരുന്നു. കുറ്റപ്പെടുത്താനല്ല, വിമർശിക്കാനല്ല. അബൂബക്കർ എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും. അപ്പൊ അബൂബക്കർ എങ്ങനെ ചലിക്കുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ ഇരിക്കുന്നു, അതിൽ മത്സരം കാണിക്കുന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹു, സഹാബികൾ മൊത്തത്തിൽ. അപ്പൊ എന്താണ് അബൂബക്കർ ഇങ്ങനെ പോകാൻ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയാതെ പിന്നാലെ കൂടുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ഒരു വീട്ടിൽ കയറി. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കാത്തിരുന്നു തിരിച്ചു വരാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു പോയി. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പോയി അന്വേഷിച്ചു, എന്തിനാണ് അബൂബക്കർ വന്നത്? ആ മനുഷ്യൻ നിങ്ങൾക്ക് അറിയോ? വൃദ്ധയാണ്. വൃദ്ധയോട് ചോദിച്ചു, അയാൾ നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല. അയാൾ എന്തിനാ ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചു. ആ വൃദ്ധ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ പരിചരിക്കാൻ ആരുമില്ല. എന്നും ആ മനുഷ്യൻ രാവിലെ വരും, വൃത്തിയാക്കും, പോവും. മറന്നാലും അത്ഭുതത്തോടെ തിരിച്ചു മടങ്ങി. ഇത് ചരിത്രമാണ്. എന്താണ് ഇവർക്കുണ്ടായ പ്രചോദനം? നമുക്ക് ഒരുപാട് അവസരങ്ങൾ വീണ് കിട്ടാറുണ്ട്. വഴിയിൽ ഒരു ഈത്തപ്പനയുടെ മട്ടൽ, നമ്മൾ ഓല മടലിലൊക്കെ പറയുമല്ലോ, അത് ഒരാൾ എടുത്തു മാറ്റിയ കാരണത്താൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന് തണൽ വിരിച്ചു കൊടുക്കുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പള്ളിയിൽ ഇങ്ങനെ പോവല്ലോ, എത്ര പ്രയാസങ്ങൾ നമ്മുടെ റോഡിൽ കാണുന്നുണ്ടാവും. കല്ലുണ്ടാവും, ഓല വീണ് കിടക്കുന്നുണ്ടാവും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന, എനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ലാത്ത പലതും ഉണ്ടാവും. അതെടുത്തു മാറ്റാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ത്യാഗമാണ്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് പണിയല്ല. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ അത് വലിയൊരു ത്യാഗമാണ്. സ്വർഗം കിട്ടാൻ മാത്രം, സ്വർഗത്തിൽ തണൽ കിട്ടാൻ മാത്രം വലിയൊരു ത്യാഗമാണത്. പലപ്പോഴും നാം ഓർക്കാറുള്ളൊരു ചരിത്രമുണ്ടല്ലോ. ഒരു പെണ്ണ് ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട് നബിയെ, അവൾ 5 വക്ത് നിസ്കാരം നിർവഹിക്കാറുണ്ട്, അവൾ സക്കാത്ത് കൊടുക്കാറുണ്ട്, അവൾക്ക് ഹജ്ജുണ്ട്, അവൾ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. പക്ഷേ അവളുടെ നാവ് കൊണ്ട് അയൽക്കാരെ അയൽക്കാരെ ഉപദ്രവിക്കാറുണ്ട്. അവൾ എവിടെയാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അവൾ നരകത്തിലാണ്. കണ്ടോ, ഒരു ഈത്തപ്പനയുടെ ഓല വഴിയിൽ നിന്നും എടുത്തു മാറ്റിയപ്പോൾ സംഭവിച്ചത് സ്വർഗത്തിലും, നാവ് കൊണ്ട് തന്റെ അയൽക്കാരനെ ദ്രോഹിച്ചപ്പോൾ സംഭവിച്ചത് നരകത്തിലും. ഇവിടെയാണ് നമ്മുടെ നന്മയുടെ പ്രത്യേകത. സ്വകാര്യമായി എത്ര നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫർദ് നിസ്കാരങ്ങൾക്ക് മുന്നേയും ശേഷവും സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലേ? സുബഹിക്ക് ശേഷമില്ല, അസ്ർക്ക് ശേഷമില്ല. അപ്പോ ഈ ഫർദ് റവാത്തിബ് സുന്നത്തുകൾ വീട്ടിൽ നിന്നും നിസ്കരിച്ചു കൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് ഫർദ് നിസ്കരിച്ചതുപോലെയുള്ള പ്രതിഫലം എന്നാണ്. എന്താ കാരണം? നാട്ടുകാർ കാണൂല. അത് കുറച്ച് പണിയാണ്. ളുഹർ ബാങ്ക് കൊടുത്തു, പള്ളിയിലേക്ക് ഒരു 20 മിനിറ്റ് ജമാഅത്തിന് ഗ്യാപ്പുണ്ടെങ്കിൽ ആ വീട്ടിൽ വെച്ച് ളുഹറിന്റെ മുന്നേയുള്ള സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് വലിയൊരു ത്യാഗമാണ്. അങ്ങനെ ഒരാൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടാണ് ഫർളിന് പള്ളിയിലേക്ക് വരുന്നത് എങ്കിൽ ഫർളിന് സമാനമായ പ്രതിഫലം എന്നാണ്. സുബ്ഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകളിൽ ജംഅ ചെയ്തിരുന്നു, ഖസ്ർ ചെയ്തിരുന്നു. ജംഅ ഒന്നിച്ച് നിസ്കരിക്കുക, ജംആക്കാൻ യാത്രക്കാരനാവണം എന്ന നിബന്ധനയൊന്നുമില്ല.
ഖസ്റാക്കാൻ യാത്ര കാരണമാവണമെന്ന് നിർബന്ധമുണ്ട്. അപ്പൊ ഈ ജംഉം ഖസ്റുമാക്കുന്ന നിസ്കാരങ്ങളിൽ സുന്നത്തുകൾ നിസ്കരിക്കാറില്ല. പക്ഷേ സുബ്ഹിക്ക് മുന്നേയുള്ള സുന്നത്ത് യാത്രകളിൽ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുമില്ല. അപ്പൊ ആ സുന്നത്തിന്റെ സുബ്ഹിക്ക് മുന്നേയുള്ള സുന്നത്തിന്റെ പ്രാധാന്യം എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയട്ടെ, അല്ലേ? ആ സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക, എന്നിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നതാണ്. വലിയ ത്യാഗമാണ്. ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം പള്ളിയിലെ ജമാഅത്തിന് ശേഷം വീട്ടിലേക്ക് ആ സുന്നത്ത് നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കാതെ വീട്ടിലേക്ക് പോകാം എന്ന് ഒരാൾ വിചാരിച്ചാൽ അതൊരു ത്യാഗമാണ്. അത് എല്ലാവർക്കും പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ പള്ളി നിസ്കരിക്കുന്നത്, അല്ലേ? നമ്മളെന്താ പറയാ, വീട്ടിലെത്തി അത് നഷ്ടപ്പെടും. ഇശാഇന് ശേഷമുള്ള സുന്നത്ത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നന്മകൾ, സ്വകാര്യമായ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റണം. 100 കൂട്ടം നന്മകൾ ചെയ്തു നമ്മൾ ഒന്ന് ആശ്വസിക്കാൻ കഴിയണം. എന്തിനാ? ചിലതൊക്കെ പരസ്യമായി പോകാം. അറിയാതെ പരസ്യമായി പോയാലോ? അല്ലാഹു റസൂൽ സഹാബികൾ ചോദിക്കാൻ, നമ്മളങ്ങനെ സ്വകാര്യമായിട്ട് ചെയ്തു, പക്ഷെ ജനങ്ങളത് അറിഞ്ഞു, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. എങ്ങനെയാ സമ്മാനം? അത് ഈ ലോകത്ത് ദുനിയാവിൽ തരുന്ന സമ്മാനമാണ്. പരലോകത്ത് വരെ ഉണ്ടാവും. ആലോചിച്ച് നോക്കിയട്ടെ. നമ്മളായിട്ട് പരസ്യപ്പെടുത്താനല്ല, സ്റ്റാറ്റസ് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും റെസിപ്റ്റിൽ എഴുതി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അല്ലെങ്കിൽ കവറിന് പുറത്ത് പേരെഴുതി അങ്ങനെ ആഗ്രഹിച്ച് ചെയ്യേണ്ടതല്ല നന്മകൾ എന്നർത്ഥം. നന്മകൾ നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതാണ്. നമുക്കറിയാലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗോപ്യമായി രഹസ്യമായി നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ പറയാണ്. ഹസ്സൻ ബസ്രി പറയാണ്, ഒരു സമൂഹം ആ സമൂഹത്തെ പരിചയപ്പെടുത്താൻ അവരെന്നും രഹസ്യമായിട്ട് അമൽ ചെയ്യുന്നതാണ്. ഹസ്സൻ ബസ്രിയുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറയാണ്, ഉക്തും ഹസനാതിക്, നീ നിന്റെ നന്മയെ മറച്ചു വെക്കണം. അബൂ ഹാസിമിന്റെ പ്രഖ്യാപനമാണ്, ഉക്തും ഹസനാതിക്, നീ നിന്റെ നന്മയെ മറച്ചു വെക്കണം. കാരണം എന്താ? അങ്ങനെ എങ്ങനെയാണോ നീ നിന്റെ തിന്മയെ മറച്ചു വെക്കുക, അതുപോലെ നന്മയെ മറക്കുവാൻ നിനക്ക് കഴിയണം എന്നാണ്. എന്തുകൊണ്ടാ? ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ അത്തഖിയ്യ വൽ ഗനിയ്യ വൽ ഖഫിയ്യ. അല്ലാഹു ഇഷ്ടാരെന്നറിയോ? അത്തഖിയ്യ, തഖ്വയുള്ളവനെയാണ്. പിന്നെ വൽ ഗനിയ്യ, ഐശ്വര്യമുള്ളവനെയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുത്താം, ഉള്ളതിൽ തൃപ്തിപ്പെടാം. മൂന്നാമത് അൽ ഖഫിയ്യ, നന്മകൾ രഹസ്യമാക്കി വെക്കുന്നവൻ. അല്ലാഹുക്ക് ഇഷ്ടാണ്. അപ്പൊ അല്ലാഹുക്ക് ഇഷ്ടമാവണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട മാർഗം എന്താണ്? ഞാൻ ചെയ്യുന്ന നന്മകൾ ആരും അറിയരുതേ എന്നൊരു തോന്നലുണ്ടാവുക, ആരും അറിയാതെ ചെയ്യുവാനുള്ള താല്പര്യം ഉണ്ടാവുക എന്ന് പഠിപ്പിച്ചു. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ സൂറത്തു അഅറാഫിലെ ആയത്ത്, അല്ലേ? ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, ഗോപ്യമായിട്ടാണ് അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹിനെ പ്രാർത്ഥിക്കാന്നാണ്. നമുക്കറിയാം, സക്കരിയാന്റെ ചരിത്രം അറിയാലോ, സൂറത്ത് മറിയമിലെ, അല്ലേ? ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. എന്താ പ്രാർത്ഥന? റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ. അല്ലാഹുവേ എന്ന പ്രാർത്ഥന സക്കരിയ നബി അലൈഹിസ്സലാം നടത്തുന്ന നിദാഅൻ ഖഫിയ്യ, സ്വകാര്യമായ വിളിയായിരുന്നു. നിദാ, വിളി, സ്വകാര്യമായ വിളിയാണ്. പ്രാർത്ഥനയിലും ഉണ്ടാവേണ്ടത് സ്വകാര്യതയാണ്. ആരാരും അറിയാതെ പ്രാർത്ഥിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് പ്രാർത്ഥനയിൽ ശബ്ദമുയർത്തരുത് എന്നാണ്. ചില പാതിരാ വഅദുകളിൽ നാം കാണാറുണ്ട്, അല്ലേ?
പ്രാർത്ഥന കൊണ്ട് അമ്മാനമാടുകയാണ്. പ്രാസമുപ്പിച്ചുള്ള പ്രാർത്ഥന, ജനങ്ങളെ കയ്യിലെടുക്കാൻ ശബ്ദമുയർത്തി താളത്തോടെ ആരവത്തോടെ ഇമ്പമാർന്ന രൂപത്തിൽ പ്രാർത്ഥനയെ സജ്ജീകരിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിനെ കവർന്നെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് പലരും. പ്രാർത്ഥനയിൽ അത് പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പ്രാർത്ഥന നമ്മുടെ ഖൽബും നമ്മുടെ റബ്ബും തമ്മിലുള്ള ഒരു സ്വകാര്യതയാണ്. അത് വാചക കസർത്ത് കൊണ്ട് കളിക്കേണ്ടതല്ല പ്രാർത്ഥന. ഉള്ളത് അങ്ങ് നേർക്കേറെ പറയാ. നിദാഅൻ ഖഫിയ, പ്രാർത്ഥനയിൽ പോലും സ്വകാര്യത വേണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ, അലിന്റെ മകൻ ഹുസൈൻ, ഹുസൈന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേരും അലി എന്നാണ്, പൗത്രന്റെ പൗത്രൻ. അപ്പോ സൈനുൽ ആബിദീൻ എന്നാണ് അവർ അറിയപ്പെട്ടത്. ഈ സൈനുൽ ആബിദീൻ ഒരു ചരിത്രം പറയുന്നത്, അദ്ദേഹം പറയാണ്, ഇന്ന സദഖത ഫി സിർരി തുദ്ഫിഉൽ ഖതിഅ. ആ ഹദീസ് ഞാൻ പഠിച്ചു. അദ്ദേഹം പറയാണ്, എന്ത്? സദഖതു സിർ, ഗോപ്യമായ ദാനം തിന്മകളെ മായിച്ചു കളയുന്നു പഠിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു ദാനവും പരസ്യമാക്കിയിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം വിശാലമായ ചരിത്രമാണ്. അദ്ദേഹം ഒരു ദിവസം 100ഓളം കുടുംബത്തിനെ സഹായിച്ചിരുന്നു എന്നാണ്. 100ഓളം കുടുംബത്തെ അദ്ദേഹം ദാനം ചെയ്ത് ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ പരാതി പറയാൻ തുടങ്ങി. പട്ടിണിയാണ്, ഭക്ഷണമില്ല, കഴിക്കാനില്ല, വകയില്ല, വകുപ്പില്ല, പ്രയാസങ്ങൾ പറയാൻ തുടങ്ങി. അവരന്വേഷണം നടക്കാൻ തുടങ്ങി. അപ്പോ അങ്ങനെയാകുമ്പോഴാണ് ചർച്ച വന്നത്. സൈനുൽ ആബിദീനെ കുളിപ്പിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചുമലിൽ തഴമ്പുണ്ടായിരുന്നാണ്. ചുമലിങ്ങനെ കെട്ടെടുത്തിട്ടുള്ള അടയാളുണ്ടായിരുന്നാണ്. അദ്ദേഹം തന്റെ ചുമൽ ആരോരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ പല വീടുകളിലും പോയി ഭക്ഷണം കൊണ്ടു കൊടുത്തിരുന്നു എന്നാണ്. അവർ രാവിലെ തുറക്കുമ്പോൾ കാണുക തന്റെ വാതിലിൽ കിടന്നുണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും. അത് അറിഞ്ഞത് അദ്ദേഹം മരിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ജനങ്ങൾ അറിഞ്ഞത് എന്നാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ജനങ്ങൾ ഓർത്തു. അദ്ദേഹം പറഞ്ഞു, എന്താണ്? രഹസ്യമായ ദാനുണ്ടല്ലോ, അത് തിന്മകളെ മായിച്ചു കളയുമെന്നാണ്. ഖുർആൻ ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ 127-ാമത്തെ ആയത്ത്, ഇൻ തുബ്ദു സദഖാതി ഔ തുഖ്ഫൂഹാ, രഹസ്യമാക്കണം. നന്മകളെ, സദഖകളെ, ദാനധർമ്മങ്ങളെ രഹസ്യമാക്കണം. ഇനി പരസ്യമായാലോ അതിന് ശിക്ഷയൊന്നും കിട്ടൂല. പക്ഷെ അവിടെ വിഷയം നമ്മുടെ ഖൽബാണ്. ഫവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞതുപോലെ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞു. എന്താ കാരണം? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധയാണ്. മറ്റൊന്നെന്താ? യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കാൻ, അവരെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അപ്പോ അറിഞ്ഞു എന്നുള്ള വിഷയമല്ല, ചില നേരങ്ങളിൽ അറിയിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അത് എന്തിനാ? മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ. അവനിങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന രൂപത്തിൽ പ്രചോദനമാകാൻ പരസ്യപ്പെടുത്താം എന്ന് പറഞ്ഞു. പക്ഷെ കൊടുക്കുന്നവന്റെ മനസ്സിൽ അല്പം പോലും ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയിക്കാനാവരുത്. അതുകൊണ്ടാണ് സക്കാത്ത് സംഘടിതമാവണമെന്ന് പറഞ്ഞത്. സക്കാത്ത് ഒറ്റയ്ക്കൊറ്റക്ക് കൊടുക്കേണ്ടതല്ല, അല്ലെ? സംഘടിതമായി കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാ? അത് വാങ്ങുന്ന പാവപ്പെട്ടവൻ അവൻ ഒരിക്കലും ഇവന്റെ മുതലാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ ഇവർ തമ്മിൽ നടക്കേണ്ടുന്ന ഒരു ബാധ്യതയായി മാറാൻ പാടില്ല. കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള ഒരു ഇടപാടല്ല സക്കാത്ത്. മറിച്ച് സക്കാത്ത് പാവപ്പെട്ടവരുടെ അവകാശമാണ്, അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്ന രൂപത്തിൽ വരാൻ ഒരു കാരണം ഈ ഒരു വിഷയമാണ് എന്നർത്ഥം. എന്താണ് ഇങ്ങനെ സ്വകാര്യമായി കൊടുത്താലുള്ള മെച്ചം? എന്താണ്? ഒന്ന്, സന്തോഷം ഉണ്ടാവും, മനസ്സിന് സമാധാനം ഉണ്ടാവും, ആത്മാർത്ഥത ഉണ്ടാവും. അതുപോലെ തന്നെ റബ്ബുമായുള്ള ബന്ധം ശക്തമാകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ ചരിത്രം ഈ വിഷയത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫജന്നതി മഈ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇബ്നു തൈമിയ പലപ്പോഴും ജയിൽ ബന്ധിതനായിരുന്നു. അറിയപ്പെട്ട നേതാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു, അല്ലെ? അബുൽ കലാം ആസാദ് 3 തവണ ജയിൽ ബന്ധിക്കപ്പെട്ടപ്പോഴും ഖുർആൻ വ്യാഖ്യാനം എഴുതിയത് ജയിൽ വെച്ചായിരുന്നു. അദ്ദേഹം ആദ്യം എഴുതി, അതിനെ കണ്ടുകെട്ടി കത്തിച്ച് നശിപ്പിച്ചു. രണ്ടാമതും അദ്ദേഹം എഴുതി പൂർത്തിയാക്കി ജയിൽ വെച്ച് കണ്ടുകെട്ടി നശിപ്പിച്ചു. ഇങ്ങനെ പല ചരിത്രങ്ങൾ. ഇമാം അബൂ ഹനീഫ
ഇമാം അഹ്മദ് ഹംബൽ, അതേപോലെ ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തെ ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയാണ്, ഫജന്നതി മഈ വലാ തുഫരിഖനി, എനിക്ക് എന്റെ കൂടെ സ്വർഗമുണ്ട്. ഈ അറസ്റ്റ് എന്നുള്ളത് എനിക്ക് സ്വർഗം കിട്ടുവാനുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്? ഇന്ന ഹബ്സി ഹുൽവ, എനിക്ക് എന്നെ ഇപ്പൊ ചങ്ങലയിട്ട് കൊണ്ടുപോകണല്ലോ. ഇന്ന ഹബ്സി ഹുൽവ, ഈ ചങ്ങലകൾ എനിക്ക് ഇഷ്ടമാണ്. എന്നെ നിങ്ങൾ നാട് കടത്തുകയാണെങ്കിൽ സിയാഹ, അത് ഞാൻ ടൂറായിട്ട് കണക്കൂട്ടും. നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ അത് എനിക്ക് രക്തസാക്ഷ്യം കിട്ടിയ ഷഹീദിന്റെ കൂലിയായിട്ട് ഞാൻ മനസ്സിലാക്കും. കാരണം വജന്നതി ഫീ സ്വദരി, എന്റെ കൽബിലാണ്, എന്റെ ഹൃദയത്തിലാണ് എന്റെ സ്വർഗം എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്. ആ ഒരു വാക്കൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ. ഇങ്ങനെ കയ്യും കാലൊക്കെ കെട്ടിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ ആ പറയുവാനുള്ള പ്രേരണ കിട്ടിയത്, അവിടെ പോയാൽ മനസ്സമാധാനത്തോടുകൂടി അള്ളാഹു എനിക്ക് ഇബാദത്ത് ചെയ്യാലോ എന്നുള്ള വലിയൊരു തോന്നലാണ്. സ്വകാര്യമായ ഇബാദത്ത് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് എനിക്ക് ജയിൽ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതിന്റെ പൊരുൾ. അപ്പോ നന്മകൾ സ്വകാര്യമാണ്. നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്നു അല്ലെ. ചിലപ്പോൾ എണ്ണിയാൽ തീരൂല, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. നല്ല മനസ്സുള്ളവരാണ് നമ്മൾ എല്ലാവരും. പക്ഷേ ആ നന്മകളിൽ രഹസ്യമായ നന്മകൾ ബോധപൂർവമായി ചെയ്യുവാനുള്ള ശ്രമമുണ്ടാവണം. അതുകൊണ്ടാണ് ചൂടുകാലങ്ങളിൽ നോമ്പെടുക്കുന്നവർക്ക് അവന്റെ ഖബറിൽ ഒരു കറുപ്പൂത്തുണ്ടാവൂല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം നോമ്പെടുക്കാൻ, ചൂടുകാലത്താർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. നോമ്പെടുത്താൽ തന്നെ അത് സ്വകാര്യമായി അല്ലെ. നോമ്പെടുത്തു എന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളൂ എനിക്ക് നോമ്പുണ്ട്, അല്ലെങ്കിൽ അറിയില്ലല്ലോ. അപ്പൊ ആ രൂപത്തിൽ നോമ്പെടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ട് ബോധപൂർവമായി രാത്രി നിസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. രാത്രി നിസ്കാരവും രഹസ്യമായ ഇബാദത്തായതുകൊണ്ടാണ് അത്രമാത്രം പ്രതിഫലം ഇസ്ലാം പഠിപ്പിച്ചത്. പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാല് വെക്കൽ സ്വകാര്യമായ ഇബാദത്താൽ ബോധപൂർവ്വം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മളെ വസ്ത്രം ധരിക്കും വലതുകൊണ്ട് ധരിക്കുക, ചെരുപ്പ് അടിക്കുമ്പോൾ ഇടതുകൊണ്ട് അഴിക്കുക. ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഒരാൾ സലാം പറഞ്ഞു കൈ കൊടുക്കുക, ആ കൈ കുറെ നേരം പിടിക്കുക, അദ്ദേഹം കൈ വിടുന്നത് വരെ നമ്മളും കൈ പിടിക്കുക അല്ലെ. വെള്ളം ഇറക്കായി കുടിക്കുക അല്ലെ. ഇപ്പോ സിപ്പായി കുടിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ കുടിക്കേണ്ടത്, അതാണ് ആരോഗ്യം എന്നാണ് അല്ലാഹു റസൂൽ പണ്ടേ പറഞ്ഞതാണ് അല്ലെ. ഇസ്മി ചൊല്ലുക, ഇതൊക്കെ സ്വകാര്യമായി ചെയ്യുന്ന നന്മകളാണ്. ഇങ്ങനെ ഒരുപാട് നന്മകൾ ബോധപൂർവമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി, ഫർദിന് ശേഷവും മുമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. പള്ളിയിലേക്ക് വരുന്നവർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയം, വുളു ഉണ്ടാക്കി പള്ളിയിലേക്ക് വരാൻ ശ്രദ്ധിക്കുക. നമ്മളത് പൊതു അനൗൺസ്മെന്റ് ചെയ്യാൻ എപ്പോഴാ പെരുന്നാൾ തൊട്ട് തലേന്ന് പറയും, ഈദ്ഗാഹിലേക്ക് വരണം, ഈദ്ഗാഹിലേക്ക് വരുന്നവർ വുളു ഉണ്ടാക്കി വരണം എന്നൊക്കെ പറയും. അത് സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ് അല്ലെ എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അങ്ങനെയല്ല, അത് അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വുളു ഉണ്ടാക്കിയിട്ട് എന്ത് വേണം, വീട്ടിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറാവണം. പള്ളിയിലേക്ക് വരുമ്പോ വഴിന്ന് വുളു മുറിഞ്ഞോട്ടെ, പള്ളിയിലെത്തിയാൽ ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാലോ, അപ്പൊ ആ വുളു മുറിഞ്ഞോട്ടെ, ടോയ്ലറ്റിൽ പോവാലോ, പിന്നെ വുളു പുതുക്കാലോ. അതിന് വേറെ പ്രതിഫലം കിട്ടിയില്ലേ? അതിന് വേറെ പ്രതിഫലമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വുളു ഉണ്ടാക്കി ഇറങ്ങുക എന്നുള്ള മര്യാദയാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഇത് ആരും അറിയാത്ത നന്മകളാണ്. ആരെങ്കിലും അറിയില്ല വുളു ഉണ്ടാക്കിയില്ല, ആരെങ്കിലും അറിയോ? ഇല്ല. ഇങ്ങനെ സ്വകാര്യമായ നന്മകൾ നാം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ഈമാനും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ ഖാഫിലെ 50-ാമത്തെ സൂറത്തിലെ
31 മുതൽ 35 ആയത്താണ് നാം ഓതി കേൾപ്പിക്കപ്പെട്ടത്. വഉസിലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. സ്വർഗം അത് അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു മുത്തഖികൾക്ക്. അത് വിദൂരമല്ല, അത് കൃത്യമായി വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. ആർക്കാണ് അത് ലഭിക്കുക? അദൃശ്യം കൊണ്ട് അള്ളാഹുവിനെ പേടിച്ചവർക്കാണ്. അവർ വിനയാന്വിതരായ കൽബുമായിട്ടാണ് റബ്ബിലേക്ക് വരിക. അവരോട് മലക്കുകൾ പറയും, ഉദ്ഖുലൂഹാ ബിസലാം, നിങ്ങൾ സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ കയറിക്കോ എന്ന് പറയും. ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശഊന ഫീഹാ വലദൈനാ മസീദ്. അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് കൊടുക്കും, വർധനവും കൊടുക്കും എന്നുള്ളതാണ് ആയത്തിന്റെ ആശയം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഒരു വർഷം കഴിയാൻ പോവുകയാണ്. ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുതുവർഷം ആണ് പിറക്കാൻ പോകുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം. അപ്പോൾ ചിലർ അതിൻ്റെ ആനന്ദ തിമിർപ്പിന് വേണ്ടി കോപ്പ് കൊണ്ടുന്ന ഒരവസരത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പോയ ഒരു വർഷത്തെ കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വയസ്സിൻ്റെ ഒരു വലിയൊരു ഭാഗം കഴിയുന്നു എന്നുള്ളതാണ് നാം സാന്ദർഭികമായി ആലോചിക്കേണ്ടത്. രണ്ടാമതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എല്ലാ വൈകുന്നേരവും ഇങ്ങനെ സൂര്യാസ്തമയം നോക്കി കരയാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ പലപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ? അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞല്ലോ, അപ്പോൾ ഇന്ന് എനിക്ക് നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നെനിക്ക് ബേജാറാണ്. ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ നന്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ എന്നെനിക്ക് ബേജാറാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്. അപ്പൊ നമുക്കും ഉണ്ടാവേണ്ടത് ആ ഒരു വീണ്ടും വിചാരമാണ്. 5 വയസ്സായ കുട്ടി മനസ്സിലാക്കേണ്ടത്, എനിക്ക് 5 വയസ്സ് കഴിഞ്ഞു, അതൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാണ്. 65 വയസ്സായ പ്രായമുള്ള ഒരാളും അറിയേണ്ടത് 65 കൊല്ലം എനിക്ക് കഴിഞ്ഞു, ഇനി അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. 4 വയസ്സ് വരെയുള്ള സന്തോഷം 6-ാം വയസ്സിൽ കിട്ടൂല. 6 വയസ്സുകാരൻ സന്തോഷം 15-ാം വയസ്സിൽ കിട്ടൂല. ആ ഒരു സന്തോഷം 35-കാരന് കിട്ടൂല. ആ സന്തോഷം 65-കാരന് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു കുറ്റബോധവും ആ ഒരു തിരിച്ചറിവുമാണ് നമുക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം എപ്പോൾ മരിക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ കാലം എന്തായി എന്നൊരു ചിന്തയും വേണം നമ്മുടെ ജീവിതത്തിൽ. ഈ 60 വയസ്സ് വരെ ജീവിച്ചവർ, 25 വയസ്സ് വരെ ജീവിച്ചവരും ആലോചിക്കേണ്ടത്, എനിക്ക് സ്വകാര്യമായി എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അത് ഒരു ആലോചനയായി നാം നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടതാണ്. എനിക്ക് റബ്ബിന്റെ മുന്നിൽ ആ മണിമാളിക അള്ളാഹു തയ്യാറാക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും സ്വകാര്യമായ രഹസ്യമായ നന്മകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എത്ര നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇല്ലെങ്കിൽ എനിക്ക് ഇനി എന്തൊക്കെയാണ് രഹസ്യമായി നന്മ ചെയ്യാൻ പറ്റുക? രഹസ്യമായി എനിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നന്മകൾ എന്തൊക്കെയാണ്? ഈ ഒരു ചിന്തയും പഠനവും അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കവും നമുക്ക് ഉണ്ടാവണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ എന്താണ് നാളേക്ക് വേണ്ടി നമ്മൾ ചെയ്തത് എന്നൊരു ചിന്തയാണ് വേണ്ടത്. മാത്രമല്ല അതിൻ്റെ പേരിൽ ഉറക്കൊഴിക്കലും, ന്യൂ ഇയറിന്റെ പേരിൽ ഉറക്കൊഴിക്കലും, അതിൻ്റെ പേരിലുള്ള ആഘോഷവും ആർഭാടവും ആഭാസവും ഇല്ലാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ ടൗൺ പരിസരത്തുള്ളവരാണ്. അതിൻ്റെ താല്പര്യങ്ങളും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവനവൻ സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാവുക. ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ ഒന്നുണ്ടാവാൻ പാടില്ല. നേരത്തെ കിടന്നുറങ്ങാൻ തയ്യാറാവുക. രാത്രി 10 മണിക്ക് ഉറങ്ങി 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ് യഥാർത്ഥ ആരോഗ്യവാന്മാർ എന്നാണ് പുതിയ ആരോഗ്യ പഠനങ്ങൾ. നമ്മൾ എന്ത് ചെയ്യുക? 9 മണിക്ക് തന്നെ കിടക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. നേരത്തെ ഉറങ്ങുവാൻ തയ്യാറാവുക. നേരത്തെ എഴുന്നേൽക്കുക. പ്രഭാതോദയം പൊട്ടിവിടരുന്നതിന് മുന്നേ എഴുന്നേൽക്കണം എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ. നാം തഹജ്ജുദിന് നേരം എഴുന്നേൽക്കുക. അങ്ങനെ നാം ഉണർവേകുക, നാം കരുത്താർജിക്കുക. അങ്ങനെയാണ് വേണ്ടത്. ന്യൂ ഇയറിന്റെ പേരിൽ ഉറക്കൊഴിഞ്ഞ് അതിന്റെ ആവാസങ്ങളിൽ മുഴുകുവാനുള്ള ഒരു പ്രേരണ നമ്മിലുണ്ടാവില്ല എന്തായാലും. പക്ഷേ ആ പ്രേരണ ഉള്ളവരെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമം
നമ്മിൽ നിന്നുണ്ടാവണം. ഉറക്കൊഴിക്കുക ആവശ്യമില്ലാതെ എന്നുള്ളത് ഒരു പീഡനമാണ്, കുറ്റമാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ നന്മയിലേക്ക് മുന്നേറാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമർ റഹീമായ അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുവാനും മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമർ റഹീമായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.